ഹായ് എല്ലാവർക്കും വീണ്ടും നമുക്കൊരു കോർഡിനേറ്ററിൻ്റെ വീഡിയോ തുടങ്ങാം. അതിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള ഇനി ലാസ്റ്റിൽ നമ്മൾ ചെയ്തത് എന്താ, ലിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഡാറ്റ ടേബിൾ ഉപയോഗിച്ചു. ഇനി ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം. ഈ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സെക്ഷൻ കാറ്റഗറി സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, വെറുതെ ഒരു പേജിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ആ ഫോം വേണം, പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ എഡിറ്റ് പേജിൽ പോവുക. എഡിറ്റ് പേജിൽ ഇപ്പോൾ നമ്മൾ ആ കൊടുത്തുള്ളത് എഡിറ്റ് കാറ്റഗറിയിൽ മാത്രമേ കൊടുത്തുള്ളൂ. ഞാൻ എന്താ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്യാം. add.php എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളത് ഞാനിപ്പോൾ ഇതൊക്കെ എടുത്ത് കളയാണ് കേട്ടോ. Ctrl+A, Ctrl+V ചെയ്തു. എല്ലാം കോപ്പി ചെയ്യും. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഇവിടെ എഡിറ്റ് കാറ്റഗറി എന്നാണ് വേണ്ടത്. ഞാനത് എഡിറ്റ് കാറ്റഗറിന്ന് കൊടുത്തു. ഒരു ഹെഡിങ് വേണ്ടേ, മനസ്സിലാവണ്ടേ എന്താണുള്ളത്. എഡിറ്റ് കാറ്റഗറി കൊടുത്തു. ഈ ഫോം സാധാരണ ഫോം തന്നെ, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഫോം. പിന്നെ ആർട്ടിക്കിൾ ഫോം എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന് വേണമെങ്കിൽ കാറ്റഗറി ഫോം നോക്കാം. അതിനെ എഡിറ്റ് കാറ്റഗറി ഫോം അല്ലെങ്കിൽ എഡിറ്റ് കാറ്റഗറി ഫോം നോക്കാം. ഓക്കെ, എഡിറ്റ് കാറ്റഗറി ഫോം നോക്കിൻ്റെ ഐ ഡി പേര് കൊടുത്തു. ഈ ഐ ഡി നമ്മൾ മെയിനായിട്ട് ഒന്ന് വല്ല ജേക്വറി ഫയൽ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഐ ഡി വെച്ച് യൂസ് ചെയ്യും. ആ ഫോമിൻ്റെ ഐ ഡി യൂസ് ചെയ്യും. അതിന് വേണ്ടിയാണ് ഐ ഡി യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കാറ്റഗറി നെയിം ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ സെറ്റ് വാല്യൂ അല്ല നമുക്ക് വേണ്ടത്. സെറ്റ് വാല്യൂ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്തത്, ജേക്വറി വാലിഡേഷൻ മാത്രം സെറ്റ് വാല്യൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കാറ്റഗറി ഒബ്ജക്റ്റ് വേണം. അത് തന്നെ കാറ്റഗറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാറ്റഗറി പാസ് ചെയ്യണ ഐ ഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കാറ്റഗറി 3 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 3 എന്നുള്ളത് നമുക്ക് റെക്കോർഡ്, ആ റെക്കോർഡ് നമുക്ക് റിട്രീവ് ചെയ്യണം ഡാറ്റാബേസിൽ നിന്ന്, ആ ടേബിളിൽ നിന്ന് റിട്രീവ് ചെയ്യണം. അപ്പോൾ 3 എന്നുള്ള കാറ്റഗറി 3 DDF അങ്ങനെ പറഞ്ഞൊരു റെക്കോർഡാണുള്ളത്. അപ്പോൾ ആ റെക്കോർഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കാറ്റഗറി മോഡലിലൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് കാറ്റഗറി ബൈ ഐ ഡി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് കാറ്റഗറി ഇവിടെ ബൈ ഐ ഡി ആണ്, കാരണം നമ്മളൊരു ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് കാറ്റഗറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്താ, ആ പർട്ടിക്കുലർ റോ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റാണ്, ഒരു ഡാറ്റയുടെ ഒരു ഒബ്ജക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗെറ്റ് കാറ്റഗറി വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ ഡാറ്റ എടുക്കണം. അതിനെന്താ ചെയ്യുക, അതിന് ഇവിടെ പോവുക, നമ്മുടെ ഇതിൽ പോവുക, അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ പോവുക. കാറ്റഗറിയിൽ വളരെ സിമ്പിളൊന്നുമില്ല. നമുക്ക് ആദ്യം നമ്മുടെ കാറ്റഗറി എന്നുള്ള ഒബ്ജക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ദിസ് കാറ്റഗറി മോഡലിലെ ഗെറ്റ് കാറ്റഗറി എന്നുള്ള ഫംഗ്ഷനാണ്. കാറ്റഗറി എന്നുള്ള ഫംഗ്ഷൻ, അതിൽ നമുക്ക് ഐ ഡിയും കൂടി വേണം പാസ് ചെയ്യണം. എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, കാരണം നമുക്ക് ഈ ഐ ഡി വെച്ചല്ലേ കിട്ടണേ. മനസ്സിലാവുന്നില്ലേ ഇത്? അതായത് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ ഒരു ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. ആ ഐ ഡി എങ്ങനെ പാസ് ചെയ്തത് മനസ്സിലാവുക, ഇവിടെ അഡ്മിൻ എഡിറ്റ് കാറ്റഗറി 3 എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ നമ്മുടെ റൗട്ടിൽ അഡ്മിൻ എഡിറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിലെ അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ്. പിന്നെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, നമ്പർ, അതിൻ്റെ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ. അതായത് ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഐ ഡി പാസ് ചെയ്തു. ആ 3 എന്നുള്ളതാണ് നമുക്ക് ഐ ഡി ആയിട്ട് കിട്ടുക. അവിടെ ഈ ഐ ഡി നമുക്ക് കിട്ടി. അത് നമ്മൾ കാറ്റഗറി മോഡലിൽ ഗെറ്റ് കാറ്റഗറി ബൈ ഐ ഡി, ആ ഫംഗ്ഷൻ ഒന്നും കൂടി നോക്കൂ. DB വേർ ഐ ഡി ഈക്വൽ ടു ഐ ഡി എന്നാണ് അതിനർത്ഥം. വേർ ഐ ഡി ഈക്വൽ ടു ഐ ഡി, നമ്മൾ പാസ് ചെയ്യുന്ന ഐ ഡി ഗെറ്റ് കാറ്റഗറീസ്, ആ കാറ്റഗറീസ് എന്നുള്ള ടേബിളിൽ നിന്ന്, ഇത് കാറ്റഗറീസ് എന്നുള്ള ടേബിളിൻ്റെ പേരാണ്. ആ കാറ്റഗറിയിൽ നിന്ന് ആ പർട്ടിക്കുലർ റോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ റോ കിട്ടണം. അത് അത്രയേ ഉള്ളൂ ഫംഗ്ഷൻ, ഒരു സിമ്പിൾ ഫംഗ്ഷൻ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാറ്റഗറി ഉണ്ട്. കാറ്റഗറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാറ്റഗറി നമുക്ക് നമ്മുടെ എഡിറ്റിലേക്ക് പാസ് ചെയ്യണം. എഡിറ്റിലേക്ക് പാസ് ചെയ്യണം എന്ത് വേണം, ഒരു ഡാറ്റ എന്നുള്ള അറേ ആയിട്ട് പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ഓഫ് കാറ്റഗറി, നമുക്ക് കിട്ടുന്ന ആ കാറ്റഗറി നമ്മുടെ ഇൻഡെക്സ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയ കാറ്റഗറിയാണ്. മനസ്സിലായില്ലേ? അത് ഈ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഇതിൽ പാസ് ചെയ്തു എഡിറ്റ്. ഇനി നമുക്ക് എഡിറ്റ് എന്നുള്ള ഫോമിൽ പോയി നമുക്ക് ആ കാറ്റഗറി അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനെ കൊടുക്കാം നമുക്ക് ഒരു PHP ഫംഗ്ഷനിൻ്റെ ഉള്ളിൽ PHP ടാഗിൻ്റെ ഉള്ളിൽ ഇഫ് ഈ സെറ്റ് എന്ത് വേണം കാറ്റഗറി അവിടുന്ന് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫോം ലാസ്റ്റ് ഫോമിന് താഴെ പോയിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ ഫോം എങ്ങനെ ഡിസ്പ്ലേ ആവുക, അതായത് ഒബ്ജക്റ്റ് അവിടുന്ന് നമ്മളെ വേരിയബിൾ അവിടെ കിട്ടിയാൽ മാത്രമേ ഈ ഫോം ഡിസ്പ്ലേ ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഇത് മനസ്സിലായില്ല, ഫോം അവിടെ നമ്മൾ ഇഫ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതവിടെ ക്ലോസ് ചെയ്തു. നമുക്കിവിടെ ഇത് ഈ PHP ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി ആ കാറ്റഗറി ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഫോമിനെ അവിടെ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണം, ആ ഫോം കിട്ടുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കാറ്റഗറി പാസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറി ഇപ്പോൾ എഡിറ്റ് കാറ്റഗറി വന്നു, ആ ഫോം അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഈ ഫംഗ്ഷനിൽ കാറ്റഗറി എന്നുള്ള വേരിയബിൾ കിട്ടുന്നുണ്ട് ഈ പേജിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാറ്റഗറിക്ക് പകരം നമ്മൾ കാറ്റഗറി 1 കൊടുത്ത് നോക്കും, അപ്പോൾ നമുക്ക് ആ വേരിയബിൾ അവിടെ കിട്ടില്ല. കാറ്റഗറി 1 എന്നുള്ള വേരിയബിളാണ് പിന്നെ അവിടെ വരിക. ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താ വരിക, ഇവിടെ നിന്ന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം, കണ്ടില്ലേ? അതായത് ആ കാറ്റഗറി എന്നുള്ള വേരിയബിൾ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ആ ഫോം തന്നെ ഡിസ്പ്ലേ ആവില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ ഫോം കാണിക്കേണ്ട കാര്യമുള്ളൂ. കാറ്റഗറി ഉണ്ടെങ്കിൽ ഫോം കാണിക്കണം, എഡിറ്റ് ഫോം കാണിക്കണം. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കാറ്റഗറി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് എങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ എടുത്ത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സാധാരണ പോലെ തന്നെ നമ്മൾ എക്കോ ഒരു പ്രീ ടാഗ് ഇടുക, എന്നിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. $കാറ്റഗറി, അതായത് അവിടെ നിന്ന് കാറ്റഗറി ഒബ്ജക്റ്റിന് നമുക്ക് ഇവിടെ കിട്ടുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിഫ്രഷ് നോക്കാം എന്താ കിട്ടണമെന്ന്. കണ്ടില്ല, അതിൽ നമ്മുടെ ഫോമൊക്കെ അവിടെ ഉണ്ട്. ആ പ്രീ എന്നുള്ള ടാഗ് സെറ്റ് കൊടുത്ത കാരണമാണ് അതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാറ്റഗറിയിൽ ID ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, അപ്ഡേറ്റഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം ആ ഫീൽഡുകളെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാണ്ട്, നമ്മൾ കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിവിടെ തന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഒന്നും ആവശ്യമില്ല. നമുക്കിനി ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതിൽ പോയിട്ട് ഈ ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രം, അതായത് കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രം ഒരു ഇൻപുട്ട്, ഹിഡനായ ഇൻപുട്ട് നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യാം. കാരണം ID സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ കൊടുക്കണം, ടൈപ്പ് ഈക്വൽ ടു ഹിഡൻ കൊടുക്കുക. നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് നെയിം വേണം നമ്മൾ കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നത് കാറ്റഗറി ID എന്നാണ് കൊടുക്കുന്നത്. അവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് പറഞ്ഞുതരാം. വാല്യൂ നമുക്ക് PHP എക്കോ $കാറ്റഗറി ID. ഇതിപ്പോൾ എന്താ, നമുക്ക് ആ കാറ്റഗറി അവിടെ ആ വാല്യൂ ഇവിടെ കിട്ടും. ഇനി അത് ക്ലോസ് ചെയ്യാം. ഇൻപുട്ട് ഹിഡൻ ഇൻപുട്ട് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ PHP ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, എക്കോ കാറ്റഗറി ID വന്നു. ഇനി നമുക്ക് ഓരോന്നിലും ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാത്തിലും ഇതേപോലെ ചെയ്യണം. ഇത് കാറ്റഗറി നെയിം ഉണ്ട്, ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ കാറ്റഗറി നെയിമാണ് വേണ്ടത്, കാറ്റഗറി ID അല്ല. ഇവിടെ നമ്മളെന്താ ടൈറ്റിലാണ്, ഇതിൻ്റെ പേര് ടൈറ്റിലാണ്. ഫീൽഡിൽ നമ്മുടെ ടൈറ്റിൽ തന്നെയാണ് കിടക്കുന്നത്, ടൈറ്റിൽ. ഓക്കെ, ഇനി അടുത്തതിൽ പോയിട്ട് ഇത് കളയാം. ഇത് കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, സ്ലഗാണ് വേണ്ടത്. ഇവിടെ സ്ലഗ് കൊടുത്തു. ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഇതേപോലെ തന്നെ ഇവിടെ മാറ്റാൻ നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇതിങ്ങനെ ഡയറക്റ്റ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കാറ്റഗറി എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ കണ്ടീഷനിൽ കൊടുക്കുക. കാറ്റഗറി എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ടെർണറി ഓപ്പറേറ്റർ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് ഫീൽഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ
കാറ്റഗറി ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഞാൻ പറയാം. ഒരു ടെർണറി ഓപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്കൊരു ഇതാണ് നോക്കൂ, PHP ടാഗിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് കണ്ടീഷൻ മുകളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. അതായത് എക്കോ ഈ സെറ്റ് ഡോളർ കാറ്റഗറി സ്ലഗ്. കാറ്റഗറി സ്ലഗ് ഉണ്ടെങ്കിൽ നമ്മളവിടെ കാറ്റഗറി സ്ലഗിനെ കാണിക്കണം. ഈ ടെർണറി ഓപ്പറേറ്ററാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കേണ്ടത് എല്ലാത്തിലും. ഇഫ് കണ്ടീഷനൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കും. ഇതാണ് ഏറ്റവും എളുപ്പം. ഇത് ഫാസ്റ്റുമാണ് കുറച്ചും കൂടി. എക്കോ ഈസ് ഇത് നമ്മളിവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സെറ്റ് നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലഗ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. സ്ലഗ് ഈ സെറ്റ് കാറ്റഗറി സ്ലഗ് ഉണ്ടെങ്കിൽ കാറ്റഗറി സ്ലഗ് എന്നുള്ള അരിവും, അല്ലെങ്കിൽ ഈ സ്ലഗ് നള്ളാവും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എപ്പോഴും ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുകളിലെ വേരിയബിൾ മാത്രം കൊടുത്താൽ മതി. അതായത് സ്ലഗ് ഈക്വൽ ടു ഈ സെറ്റ് കാറ്റഗറി സ്ലഗ് ഉണ്ടെങ്കിൽ കാറ്റഗറി സ്ലഗ്. അപ്പോൾ ഇവിടെ കാറ്റഗറി ഒബ്ജക്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടീഷൻ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഫോം കാണിക്കുക തന്നെയില്ല. പക്ഷെ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് ചെയ്തല്ലോ. ഓക്കെ, ഇത് മാറ്റുകയാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ടെർണറി ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യണമെന്ന് ഒന്നും കൂടി അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ലാസ്റ്റിലൊക്കെ പറഞ്ഞതുണ്ട്, ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് ഓർമ്മ വന്നോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. ഈ ഡിസ്ക്രിപ്ഷൻ വരെയായി. ഇനി നമുക്ക് ആക്റ്റീവ് എന്നുള്ളതൊരു റേഡിയോ ബട്ടല്ലേ നമ്മുടെ, അതൊന്ന് സെറ്റ് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അതെന്തെയ്യാന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി ഇതിൻ്റെ വരുന്നത്, ഞാനൊരു എൻ്റെ അടുത്ത് ക്ലിയർ ആവട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ ചെക്ക്ഡ് ഈക്വൽ ടു ചെക്ക്ഡ് എന്നാണ് അതിൻ്റെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ചെക്ക്ഡ് എന്ന് കൊടുത്താലും മതി. ഇപ്പോൾ ചെക്ക്ഡ് ഈക്വൽ ടു ചെക്ക്ഡ് എന്ന് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ പറഞ്ഞുതരാം അതിലെങ്ങനെയാണ്. ഇനി ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ലൈനിലേക്ക് എടുക്കുകയാണ്. നമ്മളൊരു PHP കണ്ടീഷൻ വെച്ച് കൊടുക്കണം. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളത് ഇഫ് ഡോളർ കാറ്റഗറി ആക്റ്റീവ് ഈക്വൽ ടു 1. കാരണം ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഇത് ടാഗ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നോക്കൂ, ഇവിടെ ചെക്ക്ഡ് ഈക്വൽ ടു ചെക്ക്ഡ് ആയിട്ട് കൊടുക്കാം. 1 ആണെങ്കിൽ മാത്രമേ ചെക്ക്ഡ് ആവാൻ പാടുള്ളൂ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ PHP അത് ക്ലോസ് ചെയ്യാം. ഉണ്ടല്ലേ, മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ വാല്യൂ 1 അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറി ആക്റ്റീവ് ഈക്വൽ 1 ആണെങ്കിൽ ചെക്ക്ഡ് ഈക്വൽ ടു ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ ഇവിടെ നമ്മൾ എന്ത് വേണം, സെയിം തന്നെ വേണം നമുക്ക്. അത് വേറൊരു രീതി കാണിച്ചു തരാം. നമ്മൾ ഇഫ് എന്നുള്ള ബ്രാക്കറ്റ് ഇട്ടാണ് ചെയ്താൽ ഇഫും എൻഡിഫും ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നെയിം ആക്റ്റീവ് ഇവിടെ കൊടുക്കണം. ഇത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ PHP ടാഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് കാറ്റഗറി ഇതേപോലെ തന്നെ ആക്റ്റീവ് എന്താ വാല്യൂ 0 ആണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഇടാം. നമുക്ക് ബ്രാക്കറ്റിന് വരെ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ എന്തിനാണ് ചെക്ക്ഡ് ഈക്വൽ ടു ചെക്ക്ഡ് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ ബ്രാക്കറ്റിന് വരെ നമ്മൾ എന്താ കൊടുത്തത്, വീണ്ടും PHP ടാഗ് സ്റ്റാർട്ട് ചെയ്യുക. എൻഡിഫ് എന്ന് കൊടുക്കണം ഇവിടെ. അപ്പോൾ ഇതാണ് ഒരു വേറെ രീതിയുള്ളത്. നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ബ്രാക്കറ്റിന് പകരം ഇഫും എൻഡിഫും പറഞ്ഞു കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഇൻപുട്ടിൻ്റെ ഇതിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ചെയ്തത് ഇവിടെ ഒരു കളയാം. ഇൻപുട്ടിൽ ഇതിൽ കാറ്റഗറി 0 ആണെങ്കിൽ ഇത് ചെക്ക് ചെയ്യണം, കാറ്റഗറി ഇവിടെ 1 ആണെങ്കിൽ അത് ചെക്ക് ചെയ്യണം, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാം. നമുക്കിനി നോക്കാം, അതിൽ എഡിറ്റിൽ പോയിട്ട് നോക്കാം, ലിസ്റ്റിൽ പോയി നോക്കാം. ഇത് ആക്റ്റീവാണ്, ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ആക്റ്റീവ് യെസ് ചെക്ക്ഡ് ആണ്. ബാക്ക് പോവുക.
ഇനാക്റ്റീവ് പറഞ്ഞ് നോക്കണ്ടേ, അപ്പോൾ നോ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോ ചെക്കഡാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ കാറ്റഗറി ഫൈൻഡ് ചെയ്തു, പിന്നെ അതേപോലെ ഈ പാസ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്തപ്പോൾ നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻപുട്ട്, അതായത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇത് എങ്ങനെ വേണ്ട. അപ്പോൾ ഞാൻ അതിവിടെ കോപ്പി ചെയ്യണം, സെയിം തന്നെ. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, കാറ്റഗറി മോഡിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി മോഡിൽ അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് എന്നുള്ള ഇതിൽ ID പാസ് ചെയ്യണം. നമ്മൾ പാസ് ചെയ്യുന്ന ഇവിടുന്ന് ഈ ഡാറ്റ എടുത്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ID പാസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരു കാര്യം ഓർമ്മയുണ്ടോ, നമ്മളൊരു ഹിഡൻ ഇൻപുട്ടായിട്ട് ഒരു ID ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൻ്റെ ID ഇവിടെ ഹിഡൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി ID എന്നാണ് കൊടുത്തിരിക്കുന്ന, വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യാനുള്ളത് വെച്ചാൽ, ഇവിടെ നമ്മൾ അപ്ഡേറ്റിൽ ഈ ID നമുക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ID എടുക്കുക. ID എങ്ങനെ എടുക്കുക, ID ഈക്വൽ ടു ദിസ് ഇൻപുട്ട് പോസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഇടുന്ന കാറ്റഗറി ID, അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന നെയിമാണ് ഇവിടെ കാറ്റഗറി ID ആയിട്ട് വന്നത്. ഇത് കൊടുത്തു ID. ഈ ID ആണ് നമ്മളിവിടെ ഇനി പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് ശരിയായ വഴി. ഈ ID നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്യുന്ന നമ്മൾ എന്താ വെച്ചാൽ, ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ഇൻപുട്ടിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രം ഒരു ID നമ്മളവിടെ എടുക്കുകയാണ്. ആ ID എടുത്തിട്ട് നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മളിവിടെ കാറ്റഗറി മോഡിൽ നമ്മൾ ഇവിടെ ആഡ് എന്നുള്ളത് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു നോക്കാം. ഇനി നമുക്കൊന്ന് ഇത് സബ്മിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്ത് എങ്ങോട്ട് പോകണം, ആ കാറ്റഗറി എന്നുള്ള ലിസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്ഡേറ്റ്. ഇനി ഇത് വർക്ക് ചെയ്യണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം. 5 ഇപ്പോൾ കാറ്റഗറി ഇത് ഇവിടെ കാറ്റഗറി 5 എന്നൊരു കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസ് എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ അതിൻ്റെ എല്ലാവരും നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ എന്തെങ്കിലും സ്പേസ് വന്നിട്ടുണ്ടായിരിക്കും, അതിൽ എംപ്റ്റി സ്പേസ് വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ സ്പേസ് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ കാറ്റഗറി നെയിമിൽ ട്രിം ചെയ്യാം. നമുക്കങ്ങനെ ട്രിം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ട്രിം വെച്ചിട്ട് വാല്യൂ ഒക്കെ, അത് എംപ്റ്റി സ്പേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്ത് കളയാം. അതെല്ലാത്തിനും കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്ലഗിനായാലും എല്ലാത്തിനും ട്രിം ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്പേസ് എന്തെങ്കിലും എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ എടുത്ത് കളയും. അത് നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെയും കൊടുക്കാം. ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ട്രിം ചെയ്ത് എടുക്കാം വേണമെങ്കിൽ. എൻ്റെ തൽക്കാലം ഇത് രണ്ടും മതി, അത്രേ ആവശ്യമുള്ളൂ. ടൈറ്റിൽ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. മാറ്റി ഇവിടെ കുറച്ച് സ്പേസ് വന്നാലൊന്നും വിരോധമുള്ള കാര്യമല്ല അത്. ഇനി നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. അല്ല, ആ സ്പേസ് ഇവിടെ മാറി, കറക്റ്റ് വന്നു. ഇനി സ്ലഗ് ഇവിടെ ഈ ഇതിൻ്റെ കാറ്റഗറി 5 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് കാറ്റഗറി 5 അല്ലേ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ cat 5 എന്ന് പറഞ്ഞ സ്ലഗ് കൊടുത്തു. ഇവിടെ എന്തെങ്കിലും കൊടുക്കണം, ദിസ് ഈസ് ഡിസ്ക്രിപ്ഷൻ ഫോർ കാറ്റഗറി 5. ഇതൊക്കെ ശരിയായ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. നോക്കുക, കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അപ്ഡേറ്റ് ആയി. കാറ്റഗറി 5 വന്നു, കാറ്റഗറി 5 എന്ന് വന്നു, ഇനാക്റ്റീവാണ്. ഇതിനെ നമുക്ക് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ഇതിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും. സബ്മിറ്റ് ചെയ്യുക, അപ്പോൾ ആക്റ്റീവായി. ഇനി വേറെ ഒന്ന് എഡിറ്റ് ചെയ്യുക, 3 എന്ന് എഡിറ്റ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇത് cat 3 എന്ന് കൊടുത്തു, കാറ്റഗറി 3 കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ ഞാൻ എംപ്റ്റി ആക്കി ചെയ്തു, സബ്മിറ്റ് ചെയ്തു. കാറ്റഗറി 3 എന്നുള്ള സബ്മിറ്റ്. അപ്പോൾ എഡിറ്റ് ഇത്രയുള്ളൂ. എഡിറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതിൽ നമുക്ക് പോയിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ട. അപ്പോൾ അതിനൊരു മെസ്സേജ് കൊടുക്കണം, ഒരു പോപ്പ് മെസ്സേജ് പോലെ. അതും കൂടി നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ആഡ് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ തരാം. താങ്ക് യു.